നമുക്ക് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ കേട്ടോ. അപ്പൊ നമ്മുടെ ഏത് ടെക്സ്റ്റ് ആണ് എടുത്തോണ്ടിരിക്കണമെന്ന് അറിയാലോ, ഈ ഒരു ടെക്സ്റ്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് ഓൾമോസ്റ്റ് 8 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയത് ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അല്ലെ, ആ ഒരു ഫിക്ഷനിൽ അഡൾട്ട് ഫിക്ഷൻ ആ ഒരു സെക്ഷനിലുള്ള ഒരു വർക്കിനെ കുറിച്ചാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. ആ നോവലിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വേറൊരു ജോണറിലുള്ള ഒരു വർക്കാണ് കേട്ടോ. അതായത് നമ്മൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചറും അഡൾട്ട് ഫിക്ഷനും ഒക്കെ കവർ ചെയ്തിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മറ്റൊരു സെക്ഷൻ ഓഫ് റൈറ്റിംഗിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓക്കെ, അപ്പൊ അതേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിറ്റക്റ്റീവ് നോവൽസ് എന്ന് പറയും അല്ലെ. ഡിറ്റക്റ്റീവ് നോവൽസ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും, കുറ്റാന്വേഷണ കഥകൾ അല്ലെ, മെയിൻ ആയിട്ടും മർഡർ അല്ലെ, കൊലപാതകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ നോവലിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും അതിനകത്ത് വന്നിട്ടുള്ളത് എന്താണ് ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ആ ഒരു സെക്ഷനിൽ വരുന്ന അഗത ക്രിസ്റ്റിയുടെ ദ മർഡർ ഓഫ് റോജർ അക്വാർഡ് എന്ന് പറയുന്ന ഒരു നോവല്, അതിന്റെ ഒരു സമ്മറിയും കൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഈ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് ആക്കണം. നമുക്ക് ഇനി ബാക്കി 2-3 ടെക്സ്റ്റുകളും കൂടി കവർ ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവുകയാണ്. നിങ്ങൾ അതിന്റെ സമ്മറി ഒക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 9ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്രൈം ആൻഡ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ഡിറ്റക്റ്റീവ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. എന്താണ്, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ക്രൈം നറേറ്റീവ്സ് ഹാവ് ബീൻ എ പോപ്പുലർ ലിറ്റററി ജോണർ ഓഫ് ഓൾ ടൈം. അപ്പൊ നമ്മുടെ ഈ ഒരു അഡൾട്ട് ഫിക്ഷനും ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഒക്കെ പോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് നമ്മുടെ ഈ ഒരു ക്രൈം നറേറ്റീവ് എന്ന് പറഞ്ഞാൽ അല്ലെ. The contemporary crime culture is enjoying increasing popularity in recent decades with the refreshing of Arthur Conan Doyle's Sherlock Holmes in the BBC. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രൈം നറേറ്റീവ്, അതായത് നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷനിലൊക്കെ വർക്ക്സ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഷെർലക് ഹോംസ് ആണ് അല്ലെ. ഷെർലക് ഹോംസ് എന്തായിരുന്നു, മർഡറിനെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷനും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പോൾ ആ ഒരു ബുക്സ് ഒക്കെയാണ് ഇതിന്റെ ഏറ്റവും ബിഗിനിങ്ങിലായിട്ട് നമുക്ക് പരിചയപ്പെടാനായിട്ട് ഉള്ളത്. Series Sherlock Holmes featuring Benedict Cumberbatch and the debates over the violence against women prompted by Nordic noir author Stein Largin's Millennium Trilogy. In this chapter, we will study the historical evolution of literary phenomena of crime and detective fiction. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് ഇവിടെ ക്രൈം ആൻഡ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ അല്ലെ, അത് എന്താണ്, അതിന്റെ ആ ഒരു ജോണറിൽ വരുന്ന വർക്കുകളുടെ പ്രത്യേകത എന്താണ്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഡിഫൈനിങ് ക്രൈം ഫിക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് എന്താണ് ഈ ക്രൈം നോവൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ്. തോമസ് ഹാർഡീസ് നോവൽ ടെസ് ഓഫ് ദ യൂബർവില്ലേസ്, മാത്യു ലൂയിസ് ഗോത്തിക് നോവൽ ദ മോങ്ക് ഓർ ഷേക്സ്പിയേഴ്സ് ഒതെല്ലോ ഓർ മാക്ബത്ത്, ഹൗ ദെയർ മെയിൻ ക്യാരക്ടേഴ്സ് കമ്മിറ്റിംഗ് മർഡർ. അപ്പൊ നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് നോവൽ അല്ലെങ്കിൽ ക്രൈം ഫിക്ഷനിൽ മെയിൻ ആയിട്ടും വരുന്ന എന്താണ്, മർഡേഴ്സ് അല്ലെ, കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ അതിനെ തുടർന്നുണ്ടാവുന്ന ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻസ് ആൻഡ് സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ക്രൈം ഫിക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ബട്ട് ദീസ് വർക്ക്സ് ഹാവ് നോട്ട് ബീൻ കാറ്റഗറൈസ്ഡ് ആസ് ക്രൈം ഫിക്ഷൻസ്. പക്ഷെ ഈ ബുക്കുകളെ എന്താണ്, ക്രൈം നോവൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ അതിന്റെ ഒരു ഹെഡിങ്ങിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ടില്ല. ഇത് മിക്കവാറും ട്രാജഡീസ് അല്ലെ, മാക്ബത്തും ഒതെല്ലോയും ഒക്കെ ട്രാജഡീസ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സെക്ഷനിന്റെ അടിയിലാണ് വരുന്നത് അല്ലെ. ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന്റെ അടിയിൽ ഈ വർക്ക്സ് ഒന്നും ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. A special sense of aesthetic and cultural lens are required to comprehend the political and mass appeal of crime fictions. അപ്പോൾ ഈ ഒരു ക്രൈം ഫിക്ഷൻ വർക്കുകളെ ഒന്ന് എന്താണ് ഒരു പ്രത്യേക കാറ്റഗറിയിൽ പെടുത്തണമെങ്കിൽ അതിനൊരു പ്രത്യേക തരമായിട്ടുള്ള ഒരു അനാലിസിസ്, ഒരു സ്റ്റഡി വേണമെന്നാണ് പറയുന്നത്. From the 18th to the mid-19th century, numerous court proceedings, broadsides, testimonies and confessions of criminals
and printed ballads on crimes and activities of criminal behavior were hugely popular. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു ക്രൈം ഫിക്ഷനും അതുപോലെ തന്നെ കുറച്ച് ക്രിമിനൽസിന്റെ കൺഫെഷനും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു വർക്കിന്റെ കൂടെ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താനായിട്ട് വന്നിട്ടുണ്ട്. In the 21st century also, 21ാം ഈ സെഞ്ചുറിയിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? The popularity of crime narratives refuses to abate even with the rise of all kind of digital stimulation. അപ്പോൾ ഈ 21ാം നൂറ്റാണ്ടിലും നമ്മുടെ ഈ ഒരു ക്രൈം നരേറ്റീവ് എന്താണ്, അതിന്റെ ഒരു പോപ്പുലാരിറ്റി വളരെ കുറവാണ് അല്ലെ. നമ്മൾ വളരെ എന്താണ് പോപ്പുലർ ആയിട്ട് നോവൽസ് ഉണ്ടെങ്കിലും ക്രൈം ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വർക്കുകൾ വളരെ കുറവാണ്. ഇൻട്രൊഡക്ഷൻ ടു ക്രൈം ഫിക്ഷൻ റീ ഇവല്യൂഷൻ ഓഫ് ദ ലിറ്റററി കാനൺ. അപ്പോൾ ഇതിന്റെ ഒരു ഇവല്യൂഷൻ അല്ലെ, നമ്മൾ നേരത്തെ നമ്മൾ ഓരോ സെക്ഷൻ ഓഫ് ലിറ്ററേച്ചറിന്റെയും ഹിസ്റ്ററി ഒക്കെ നമ്മൾ കണ്ടു അല്ലെ, എങ്ങനെയാണ് വന്നത്, ആദ്യകാലങ്ങളിൽ പബ്ലിഷ് ചെയ്ത ബുക്കുകൾ, അത് എഴുതിയ ഓതേഴ്സ് അല്ലെ, പിന്നെ അതിനകത്തെ ക്യാരക്ടേഴ്സ്, അങ്ങനെ ഓരോന്നും കണ്ടു. അപ്പം നമ്മൾ ഇവിടെയും നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഒരു ബിഗിനിങ് അല്ലെ, ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ക്രൈം ഫിക്ഷൻ വന്നത്, അതെങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയത്, എന്താണ് അതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു തീം എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ് pop culture phonics that transcend the sense of morality and speaks volumes about human consciousness and the proclivity towards violence in general. അപ്പോൾ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു മർഡർ അങ്ങനെ എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു നമ്മൾ ഒരു എന്താ പറയാ ഒരു ക്രൈമിന്റെ എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് ഉള്ള നോവലുകളെയാണ് നമ്മൾ ക്രൈം ഫിക്ഷൻ ആയിട്ട് നമ്മൾ പെടുത്തുന്നത്. Resse says crime and detective fiction has attained a mythic status transcending even human history. അങ്ങനെ ഒരു മിത്തിക് സ്റ്റാറ്റസ്, അതായത് ഒരു ഇമാജിനറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ഈ ഒരു നോവലോ സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. They seem hybrids of gods and men. Critics say crime fiction and detective stories are guilty pleasure. അപ്പോൾ ക്രിട്ടിക്സ് എന്താണ് പറയുന്നത്, ഈ ക്രൈം ഫിക്ഷനും അതുപോലെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസും എല്ലാം എന്താണ്, കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റവാളികളെ കൊണ്ട് അങ്ങനെ ഒരു പ്ലഷർ, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതിനെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഓർ ഫ്രിവോലസ് എന്റർടൈൻമെന്റ് കാറ്ററിംഗ് ടു ബേസർ ഇൻസ്റ്റിങ്ക്ട്, അല്ലെങ്കിൽ ജന്മവാസനയായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആളുകളുടെ കഥയൊക്കെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താറുണ്ട്. Critics like Thomas D. Quincy sought to aesthetics the love of human beings have been for violence. Since the 1960s, there has been a significant change in the way we read crime fictions. അപ്പോൾ ആദ്യകാലങ്ങളിൽ അങ്ങനെയുള്ള ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയുള്ള നോവലുകളൊക്കെയാണ് നമ്മൾ ക്രൈം ഫിക്ഷനിൽ പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് പിൽക്കാലത്തേക്ക് അതിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് the reappraisal of crime fiction within the academia has led to newer insight of the association of crime fiction. അങ്ങനെ ഈ ഒരു ക്രൈം ഫിക്ഷനിൽ ഒരു റീഅപ്രൈസൽ, അതായത് ഒരു വിലയിരുത്തൽ വന്നു. അതായത് ഏതൊക്കെ നോവലുകൾ ഇതിൽ പെടുത്തണം, എന്തൊക്കെ തീംസ് വരുന്നതാണ് ഇതിൽ വേണ്ടത്, അങ്ങനെ ഒരു വിലയിരുത്തൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ക്രൈം ഫിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡിറ്റക്റ്റീവ് ഫിക്ഷന് ഒരു മാറ്റം സംഭവിച്ചു തുടങ്ങി. ഇനി അടുത്തതായിട്ട് ഈ ഒരു ക്രൈം ഫിക്ഷനിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് ആദ്യകാലങ്ങളിൽ വന്ന നോവലുകൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇവർ ക്രൈം ഫിക്ഷനും ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യകാലങ്ങളിൽ പബ്ലിഷ് ചെയ്ത വർക്കുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ക്രൈം ആൻഡ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഹൗ ബീൻ കാറ്റഗറൈസ്ഡ് വിത്തിൻ സെർട്ടൈൻ ഫ്രെയിംസ്. അപ്പോൾ ഈ കുറച്ച് വർക്കുകൾ, ഇങ്ങനെയുള്ള കുറച്ച് വർക്കുകളൊക്കെ ഒരു നിശ്ചിത എന്താണ് തീംസ് ഒക്കെ ഉള്ളതിനെയാണ് ഒന്നിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. Certain fictions are considered as secondary or of low artist merit than mainstream literature. അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ സ്ട്രീം ലിറ്ററേച്ചറിൽ ഉള്ള വർക്കുകളെ പോലെ തന്നെ ഈ എന്താണ് നമ്മുടെ ഈ ഒരു ക്രൈം ഫിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും അതിനെ അത്ര പോപ്പുലർ ആയിട്ട് ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഡിറ്റക്റ്റീവ് വർക്കുകൾ, ക്രൈം ഫിക്ഷൻ വർക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മറ്റുള്ള ഒരു മെയിൻ സ്ട്രീം ലിറ്ററേച്ചർ അല്ലെ, ബാക്കി കുറെ ലിറ്ററേച്ചർ ജോണറുകളുണ്ട്. അപ്പോൾ അതുപോലെയൊന്നും ആരും ഇതിനെ പോപ്പുലർ ആയിട്ട് കണ്ടിട്ടുമില്ല, അങ്ങനെ ഒരു സെക്ഷന് ആരും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുമില്ല. In Arthur Conan Doyle's The Sign-Off for Sherlock Holmes believes detection is a science and should be treated in the same cold and unemotional manner. He says the narrator, Dr. Watson, has tried to tinge it with romanticism,
which produces the effect of love story of an elopement. Holmes says detective should be more like a mathematical formula and has no place in the medium of a fictional narrative. അപ്പോൾ ഈ നമ്മുടെ ഈ ഷെർലക് ഹോംസിന്റെ ഒക്കെ ഹോംസിന്റെയും അതുപോലെ തന്നെ ആർത്തർ കോനൻ ഡയൽസിന്റെ ഒക്കെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത് അതിന് മറ്റുള്ള ലിറ്ററേച്ചർ ജോണറുകളെ പോലെയുള്ള ഒരു നരേറ്റീവ് ഒന്നും അല്ല വേണ്ടത് അല്ലെ. അതിന് അവിടെ ഒരു സ്ഥാനമൊന്നുമില്ല. അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു നരേറ്റീവ് ടെക്നിക്കും ഒക്കെ ഉള്ളൊരു വർക്ക്സ് ആയിരിക്കണമെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. The first framework focuses on the nature of detective stories. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത് അതിന്റെ നരേറ്റീവ്സിനൊന്നുമില്ല, അതിന്റെ സ്റ്റോറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. It finds out the difference between detective fiction and crime writings through their plot structures. അപ്പൊ ഈ ക്രൈം ഫിക്ഷനും അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് വർക്ക്സുകളും ഒക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതിന്റെ പ്ലോട്ടിൽ നിന്നും അതിന്റെ സ്ട്രക്ചറിൽ നിന്നുമാണ് നമ്മൾ ആ വർക്കുകളെ വേർതിരിക്കാനായിട്ട് തുടങ്ങിയത്. The detective story says, with the narrative schemes unfolding backwards aims at establishing a linear chronological sequence of events that will eventually explaining baffling initial situations. Narrativologists analyze detective fictions through the notion of fair play, which includes the pivotal rules accorded to readers to solve the puzzles. Alongside the detective, the readers get clues and simultaneously confused about the validity of these clues. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രൈം ഫിക്ഷനിലൊക്കെ നമ്മൾ ഈ ഒരു കൾപ്രിറ്റ് അല്ലെങ്കിൽ ഒരു ഗിൽറ്റി എന്താണ് അത് ഒരു കുറ്റക്കാരനെ നമ്മൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ മാനറിസം അല്ലെ, അതൊക്കെ വെച്ചിട്ട് അതുപോലെ ചെറിയ ചെറിയ ക്ലൂസ് ഒക്കെ നമുക്ക് കിട്ടും അല്ലെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു നോവലിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ടാവും അല്ലെ. അപ്പോൾ അതിന്റെ പ്ലോട്ടും സ്ട്രക്ചറും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കാറ്റഗറി ഓഫ് വർക്സിനെ, ഈ ഒരു ജോണർ ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആൻഡ് ക്രൈം ഫിക്ഷനെ നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പിന്നെ പറയുകയാണെങ്കിൽ ക്രിറ്റിക്സ് ഫോക്കസ്ഡ് ഓൺ ദ കോസ് ഓഫ് ഇൻക്രീസിംഗ് പോപ്പുലാരിറ്റി ഓഫ് ഡിറ്റക്റ്റീവ് നോവൽസ്. അങ്ങനെ പതുക്കെ ഈ ഒരു വർക്സിന്റെ പോപ്പുലാരിറ്റി ചെറുതായിട്ട് കൂടിക്കൊണ്ടിരുന്നു. അപ്പൊ ഡിറ്റക്റ്റീവ്സ് എന്ത് ചെയ്തു, അപ്പൊ നമ്മുടെ ക്രിറ്റിക്സ് എന്ത് ചെയ്തു, അവര് പതുക്കെ എന്തുകൊണ്ടാണ് ഈ വർക്സ് ഇങ്ങനെ പോപ്പുലർ ആയിട്ട് വരുന്നത് അല്ലെ, ഡിറ്റക്റ്റീവ്സ് വർക്സിന് എന്തുകൊണ്ടാണ് ഇത്ര റീഡേഴ്സ് അല്ലെ അവന്റെ എണ്ണം കൂടി വരുന്നതെന്ന് അവർ അതിനൊന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് കണ്ടുപിടിച്ചു, their contention is that these stories included the underpinnings of ideology, since these narratives had the interference of law, legal proceedings, justice and morality. Besides, they understood that detective stories were legitimizing the power of dominant social groups. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കുകളുടെ പ്രത്യേകത എന്താണ് ഇത്ര പോപ്പുലർ ആവാൻ എന്ന് കാരണം അവർ അന്വേഷിച്ചപ്പോൾ അവർ കണ്ടുപിടിച്ച കുറച്ച് റീസൺസ് ആണ്. അതായത് അതിനകത്ത് ലോസ് അല്ലെ, നിയമത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ലീഗൽ പ്രൊസീഡിങ്സ് അല്ലെ, അതിന് എന്തൊക്കെ പ്രൊസീഡിങ്സ് വേണം, എന്തൊക്കെയാണ് അതിന്റെ രീതികൾ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ജസ്റ്റിസ് ആൻഡ് മൊറാലിറ്റി അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെജിറ്റിമൈസിങ് ദ പവർ ഓഫ് ഡോമിനന്റ് സോഷ്യൽ ഗ്രൂപ്പ്, അതായത് തന്നെ നമ്മുടെ നിയമസാധ്യത അല്ലെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ എന്താണ് അതിന്റെ നിയമസാധ്യത, അങ്ങനെ കുറച്ച് കോമൺ പീപ്പിളിനും കൂടെ മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നതുകൊണ്ട് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഒരു കാര്യമായിട്ട് ഇത് എങ്ങനെയാണ് ഇത്ര പോപ്പുലർ ആയത് എന്ന് അവർ കണ്ടുപിടിച്ച ഒരു റീസൺ അതാണ് കേട്ടോ. ഇനി അടുത്ത എന്താണ്, സ്റ്റഡീസ് ഫ്രം 1980s onwards focused on how sex and gender dynamics play out within the texture of this genre. The post-colonial and the feminist intervention into these popular genres led to an investigation of the social conditions under patriarchy, and the reworking of race and class led to an understanding of nature of crime and psychologically of criminals. This led to the last framework whereby detective and crime stories are understood through psychological motives and causes. അതുപോലെ തന്നെ ഈ ഒരു വർക്സിനെ, ഈ ഒരു ഡിറ്റക്റ്റീവ് ആൻഡ് ഈ ഒരു ക്രൈം ഫിക്ഷണൽ വർക്സിനെ എങ്ങനെയാണ് അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ മോട്ടീവ്സ്, അതിന്റെ കോസസ്, അതിലൂടെയൊക്കെ ഇവരെ മനസ്സിലാക്കാനായിട്ട് പറ്റി. അതും ഈ ഒരു വർക്സ് വളരെ പോപ്പുലർ ആയി തരുന്നതിന്റെ കാരണമായിട്ട് ഇവർ പറയുന്നുണ്ട്. ഓക്കെ, the psychological study widened the framework of the earlier two rubrics. As John Coverty stated, detective fiction is the life moral fantasies, making the readers to involve in socially unacceptable behavior without the needed social attached to such thinking. അപ്പോൾ നമ്മുടെ ഈ ഒരു തിയററ്റിക്കൽ അൺഹാപ്പിനെസ് അല്ലെ, അതായത് നമ്മുടെ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പോപ്പുലാരിറ്റി കൂടാനായിട്ടുള്ള കാരണം അല്ലെ, ഈ ഒരു ടൈപ്പ് ഓഫ് ജോണർ ഓഫ് വർക്ക് എന്തുകൊണ്ട് കൂടുതലായിട്ട് എമേർജ് ചെയ്ത് വന്നു എന്നുള്ള കാരണങ്ങളാണ്
പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബിഗിനിങ് ഓഫ് ക്രൈം, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ടു സ്റ്റഡി ഓഫ് ക്രൈം ഫിക്ഷൻ. ഈ ആദ്യകാലങ്ങളിൽ നമ്മൾ ഓരോ ജോണർ ഓഫ് വർക്ക്സ് എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ബിഗിനിങ് നമ്മൾ നോക്കും, ഹിസ്റ്ററി നോക്കും. അപ്പൊ പബ്ലിഷ് ചെയ്ത കുറെ വർക്ക്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിനകത്തായിട്ട് കാണാൻ പോകുന്നത് ഈ ഒരു ക്രൈം ഫിക്ഷനില്, ഡിറ്റക്റ്റീവ് ഫിക്ഷനില് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത വർക്ക്സുകളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. നോക്കുകയാണെങ്കിൽ theories of detective fiction is connected with the rise of novels like Daniel Defoe's The True and Genuine Account of Life and Actions of Late Jonathan Wild in 1725. അപ്പം 1725 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡാനിയൽ ഡീഫോയുടെ ഈ ഒരു ദ ട്രൂ ആൻഡ് ജെനുവിൻ അക്കൗണ്ട് ഓഫ് ലൈഫ് ആൻഡ് ആക്ഷൻസ് ഓഫ് ദ ലേറ്റ് ജോനാഥൻ വൈൽഡ്, ഈ നോവൽസ് ഒക്കെ എന്താണ്, അതും എന്താണ്, ഈ ഒരു ഡിറ്റക്റ്റീവ് തിയറീസും അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും നേച്ചറും ഒക്കെ അതിന്റെ ഒരു പ്ലോട്ട് സ്ട്രക്ചറും ഒക്കെ ആയിട്ട് ഒന്ന് വന്ന പബ്ലിഷ് ചെയ്ത നോവലുകളായിരുന്നു. ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ the first major writings of crime and detection in English can be found in the 3 short stories written by Edgar Allan Poe. അതുപോലെ തന്നെ എഡ്ഗർ അലൻ പോപ്പ് എഴുതിയിട്ടുള്ള 2-3 നോവൽസ് അല്ല, ചെറിയ കഥകൾ കേട്ടോ, ഷോർട്ട് സ്റ്റോറീസ്. ആ വർക്കുകളിലും എന്താണ് ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ അതുപോലെ തന്നെ ഈ ഒരു ക്രൈം ഫിക്ഷൻ നോവലുകളുടെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറയാം. പക്ഷെ അതൊക്കെ ഷോർട്ട് സ്റ്റോറികളാണ്. പക്ഷെ അതിലും ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് ഇതും ഒരു ക്രൈം ഫിക്ഷന്റെ കൂടെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതൊക്കെ ആയിരുന്ന വർക്കുകൾ ദ മർഡേഴ്സ് ഇൻ ദ റൂം. അപ്പോൾ അതിനകത്തൊരു മർഡറും അതുപോലെ തന്നെ ഒരു കൊലവാളിയും കുറ്റവാളി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആ ക്രൈം ഫിക്ഷന്റെ അടിയിൽ പെടുത്തുന്നുണ്ട്. അടുത്തായിട്ട് എന്താണ് ദ മിസ്റ്ററി ഓഫ് മാരി റോക്കോട്ട്, ദ പെർലൈൻഡ് ലെറ്റർ, ഇൻഫ്ലുവൻസ് ബിക്കോസ് memoirs, post-popular tales of Rick Attention, included imaginatives with the pragmatism. Poe is the creator of both the classic locked room puzzle, the murders in the rue morgue, and the classic crime capture of dwelling with the Perloff letter. Thus, he is often credited as being father of modern English detective novels. അപ്പം ഈ വർക്കുകളൊക്കെ ഈ എന്താണ് കുറച്ച് നമ്മുടെ ഡിറ്റക്റ്റീവ് ഫിക്ഷനും അതിന്റെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു എഡ്ഗർ അലൻ പോപ്പിനെ ആരായിട്ട് കണക്കാക്കപ്പെടുന്നു? ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് അല്ലെ, ഡിറ്റക്റ്റീവ് സ്റ്റോറീസിന്റെ ഫാദർ എന്ന് അദ്ദേഹത്തെയാണ് കണക്കാക്കി പോകുന്നത്. കാരണം അദ്ദേഹത്തിന് അന്ന് പബ്ലിഷ് ചെയ്ത ആ വർക്കുകളൊക്കെ ഈ ഒരു തോട്ടും സ്ട്രക്ചറും ഒക്കെ ഏകദേശം ഈ ഒരു ക്രൈം ഫിക്ഷനും ഡിറ്റക്റ്റീവ് ഫിക്ഷനും ഒക്കെ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് അങ്ങനെ കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ one of the most popular successes of Holmes' rational scientific detective method of investigation, but slightly different kind of fictional investigator, was Father Brown, created by K.T. Chesterton. Father Brown series, unlike Holmes' scientific understanding of crime, sought to solve crime as akin to a religious exercise in the manner of a spiritual, intuitive Catholic priest. Agatha Christie, Dorothy Sayers, and Marguerite Alenka dominated the golden fiction. അപ്പൊ നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2-3 റൈറ്റേഴ്സിന്റെ പേരാണ് കേട്ടോ. അഗത ക്രിസ്റ്റി, ഡൊറോത്തി സേയേഴ്സ് ആൻഡ് മാർഗരറ്റ് അലൻക. ഓക്കെ, അപ്പൊ അവരൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഈ ഒരു ഫിക്ഷനിൽ എഴുതിയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. The golden age fiction, which lasts well into the 1970s, defined the genre as a both formulaic, conventional, and a world with certainties despite the 2 world wars. Meanwhile, the US saw the hard-boiled private fiction of Dashiell Hammett and Raymond Chandler. This is far removed from the cozy golden age fiction. However, between 1987 and 1997, several black crime writers published detective novels. അപ്പോൾ നമ്മുടെ ഈ ഒരു അഗത ക്രിസ്റ്റിയും അതുപോലെ തന്നെ ഡൊറോത്തി സേയേഴ്സ് ആൻഡ് മാർഗരറ്റ് അലിംഗം ഒക്കെ നമ്മുടെ ഈ ഒരു അവരുടെ ഒരു സുവർണ കാലഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ് നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷന്റെ ഒരു സുവർണ കാലഘട്ടം. കാരണം ആ വർക്കുകൾക്ക് വളരെ പോപ്പുലർ ആയിരുന്നു, ഒരുപാട് ക്രൈം നോവൽസ് ഒക്കെ വന്ന സമയമാണ്. അപ്പൊ അവര് 3 പേരാണ് ആ സമയത്ത് ഡോമിനന്റ് ആയിരുന്ന റൈറ്റേഴ്സ്. അതുപോലെ തന്നെ കുറച്ച് the far removed from cozy world of golden age fiction between 1987 and 1997. ഈ ഒരു കാലഘട്ടമാണ് ഇതിന്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് കണക്കാക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ആര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്? കുറച്ച് ബ്ലാക്ക് റൈറ്റേഴ്സ് അല്ലെ, ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ അവരും എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ കുറച്ച് ഡിറ്റക്റ്റീവ് നോവൽസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെ വർക്കുകളാണ്? ഗാർ ആന്റണി ഹെവുഡ് 1987,
Mike Phillips 1989, Walter Mosley 1990, Barbara Neely 1992, Gary Phillips 1996, and Charlotte Cater 1997 are notable among them. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് റൈറ്റേഴ്സിന്റെ ഈ ഒരു ഡിറ്റക്റ്റീവ് നോവൽസ് എന്ന് പറയുന്നത് 1987 പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്ക്, 1989 പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്ക്, 1990-97 അല്ലെ. അപ്പോ 87 തൊട്ട് 97 വരെയാണ് ഇതിന്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. ഇതിന്റെയാണ് ക്രൈം ആൻഡ് ഡിറ്റക്റ്റീവ് നോവൽസ് ആൻഡ് സ്റ്റോറീസിന്റെ ഒക്കെ ആ ഒരു ഫിക്ഷൻ, ആ ഒരു കാറ്റഗറി ജോണറിന്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയും. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള കുറച്ച് ബ്ലാക്ക് റൈറ്റേഴ്സിന്റെ വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഏതൊക്കെയാണ്? ആരാണ്? ഗാർ ആന്റണി ഹേവുഡ്, മൈക്ക് ഫിലിപ്സ്, ബാർബറ നീലി, ഗേ ഫിലിപ്സ് ആൻഡ് ഷാർലറ്റ് കാറ്റർ ആർ നോട്ടബിൾ എമംഗ് ദം. അപ്പൊ ആ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ അത്രയുമാണ് നമ്മളൊരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ Golden Age detective fiction often included psychological motivation along with the rational detectives to study the circumstantial evidences of pursuit of clues and suspect of solve crime. അപ്പൊ നമ്മുടെ ഈ നോവലുകളെ കുറിച്ച് ആളുകൾ കൂടുതൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് അവർക്ക് ആ ഒരു സൈക്കോളജിക്കൽ ക്ലൂസ് അല്ലെ, അല്ലെങ്കിൽ അവരുടെ ആരെയാണ് സസ്പെക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ആ ഒരു ക്ലൂവിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Socially conforming and conservative, these novels are described as trying to further pre-captures a dominant voice. Agatha Christie with her eccentric investigator, Hercule Poirot and the Oxfordshire detective Mrs. Maple focuses on the through plotting of crime. Knight further explains that her novels through the mode of domestic inquiry sought to eradicate uncertainty and conflict evoked by criminals by the private investigators. അപ്പോൾ ഈ നോവലുകളിലൊക്കെ എന്താണ് അവരുടെ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ നേച്ചറൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് നമ്മുടെ ക്രൈം നോവൽസിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ കൂടുതലായിട്ടും അതിന്റെ ഹിസ്റ്ററി ഒന്നും അന്വേഷിച്ച് പോകണ്ട. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് അതിന്റെ ഒരു ബിഗിനിങ്ങിൽ വന്ന വർക്ക്സിനെ കുറിച്ച് നോക്കുക, ആരൊക്കെയാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഈ ക്രൈം ആൻഡ് ഡിറ്റക്റ്റീവ് നോവൽസിന്റെ ഒരു നേച്ചർ, അതിന്റെ പ്ലോട്ടിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ സ്റ്റോറീസ് എങ്ങനെയുള്ളതാണ്, എങ്ങനെയാണ് റീഡേഴ്സിന് ഇത്ര പോപ്പുലർ ആയിട്ട് അവരതിനെ ഐഡന്റിഫൈ ചെയ്ത് അത് പോപ്പുലർ ആയിട്ട് വന്നത്, എത്രയും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കിയാൽ മതി കേട്ടോ. അത്രയും തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്രൈം ഫിക്ഷൻ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു നോവലിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അല്ലെ, ഏത് ജോണറുകൾ പെട്ട വർക്കുകളെയാണ് നമ്മൾ അതിൽ പെടുത്തുക എന്നൊക്കെ ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്ത് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ എല്ലാത്തിലെയും പോലെ നമുക്ക് ഇവിടെയും കുറച്ച് വൺ വേർഡുകൾ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ ഇതിനകത്തും നമ്മൾ ഈ ഒരു ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ള നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഹു ഈസ് ദ ഓതർ ഓഫ് ഷെർലക് ഹോംസ്? ഷെർലക് ഹോംസിന്റെ ഓതർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, കാരണം നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി പഠിക്കുന്നതുകൊണ്ട് ഇത് ആരൊക്കെ ഏതൊക്കെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന മൺവേഡുകൾ മിക്കവാറും ചോദിക്കും കേട്ടോ. പിന്നെ അടുത്തായിട്ട് രണ്ടുമൂന്ന് വർക്കുകളുടെ ഓതേഴ്സിന്റെ പേര് പഠിച്ചുക. ടെസ് ഓഫ് ദ യൂബർ വില്ലേജ് ആരുടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, തോമസ് ഹാർഡിയുടെയാണ്. അടുത്തായിട്ട് മാത്യു ലൂയിസ് എഴുതിയിട്ടുള്ള വർക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ദ മങ്ക് എന്ന വർക്കാണ് കേട്ടോ. മങ്ക് അതെ, ഷേക്സ്പിയറിന്റെ ഒതല്ലോ എന്താണ് ട്രാജഡി അല്ലെ. നമ്മൾ പറഞ്ഞു ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേക്സ്പിയറിന്റെ ഒതല്ലോയിലൊക്കെ എന്താണ് മർഡറും അതിന് ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പക്ഷെ അതൊന്നും ഈ ഒരു ക്രൈം ഫിക്ഷനിൽ പെടുത്തി അടിയിലാണ് വന്നത്, അത് ട്രാജഡി എന്ന് പറയുന്ന ആ ഒരു സെക്ഷന്റെ അടിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ളത് ഫാദർ ബ്രൗൺ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിന്റെ ക്രിയേറ്റർ, അതിന്റെ ക്രിയേറ്റർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? G.K. ചെസ്റ്റർട്ടൺ. ചെസ്റ്റർട്ടന്റെയാണ് ഈ ഒരു വർക്ക്. ഏതാണ്? ഫാദർ ബ്രൗൺ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിന്റെ എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ G.K. ചെസ്റ്റർട്ടൺ ആണ് കേട്ടോ. ഇനി ദ ഡിറ്റക്റ്റീവ് സ്റ്റോറി വാസ് ഇൻവെന്റഡ് ഇൻ 1941. അപ്പോൾ 1841 ദ ഡിറ്റക്റ്റീവ് സ്റ്റോറി വാസ് ഇൻവെന്റഡ്. ആരാണ്?
എഡ്ഗർ അലൻ പോപ്പ് ആണ് ഈ ഒരു 1941 കുറച്ച് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താ നമ്മൾ വിളിക്കുന്നത്? ഫാദർ ഓഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ. Who is the author of Mystery of Udolpho? മിസ്റ്ററി ഓഫ് ഉഡോൾഫോ എന്ന് പറയുന്ന വർക്കിന്റെ ഓതർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ആൻ റാഡ്ക്ലിഫ് ആണ് അതിന്റെ ഓതർ കേട്ടോ. ആൻ റാഡ്ക്ലിഫ്. അടുത്ത ചോദിച്ചിരിക്കുന്നതാണ് എഡ്ഗാർ അലൻ പോപ്പ് wrote which of the following stories? അപ്പോൾ എഡ്ഗാർ അലൻ പോപ്പിന്റെ മെയിൻ ആയിട്ടുള്ള 2-3 ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മളോട് വൺ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദ മർഡേഴ്സ് ഇൻ ദ റൂമോൾ, ദ മിസ്റ്ററി ഓഫ് മാരി റോജറ്റ്, ദ പൊർലോൺഡ് ലെറ്റർ. അപ്പൊ ഈ 3 വർക്കുകളും അദ്ദേഹത്തിന്റെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ആണ് കേട്ടോ. ഒന്ന് മറന്നു പോകരുത്. അടുത്ത എന്താണ്? ബ്ലാക്ക്വുഡ് മാഗസിൻ വാസ് പബ്ലിഷ്ഡ്. ബ്ലാക്ക്വുഡ് മാഗസിൻ പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? ബ്രിട്ടനിലാണ് ആ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മാഗസിൻ ആണ് കേട്ടോ. Which of the following is termed by T.S. Eliot as the first and greatest of English detective novels? T.S. Eliotന്റെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഡിറ്റക്റ്റീവ് നോവലിന്റെ പേര് എന്താണ്? ദ മൂൺസ്റ്റോൺ എന്നാണ് T.S. Eliotന്റെ വർക്കിന്റെ പേര്. ഓക്കെ. അപ്പൊ ഈ വൺ വേർഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. കാരണം നമ്മളിതിന്റെ ഹിസ്റ്ററിയും ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ വർക്കുകൾ വൺ വേർഡ് നമ്മൾ പഠിപ്പിച്ചതിനകത്തുനിന്ന് തന്നെയാണ്, വേറെ ഒരിടത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ഓതേഴ്സിന്റെ പേരും അവരുടെ വർക്കുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ അതിനകത്തുനിന്ന് അത്രയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് തീർക്കണം. നമുക്ക് വേറെ 2-3 ടെക്സ്റ്റുകളും കൂടെ നമുക്ക് നോക്കാനുണ്ട് അല്ലെ. അതുകൊണ്ടാണ് കേട്ടോ വേഗം നമ്മൾ സമ്മറി ഒക്കെ നോക്കി പോകുന്നത്. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു റൈറ്ററാണ്, അതായത് ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷന്റെ ഗോൾഡൻ ഏജിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ളതാണ് അഗത ക്രിസ്റ്റി അല്ലെ. അപ്പൊ നമ്മുടെ അഗത ക്രിസ്റ്റിയുടെ ദ മർഡർ ഓഫ് റോജർ അക്രോയിഡ് അല്ലെ, അക്രോയിഡ് എന്ന് പറയുന്ന ഒരു വർക്കാണ് കേട്ടോ. അഗത ക്രിസ്റ്റിയുടെ ദ മർഡർ ഓഫ് റോജർ അക്രോയിഡ് എന്ന് പറയുന്ന വർക്കാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഒരു സമ്മറി പോലെ പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഈ ടൈറ്റിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, മർഡർ ഓഫ് റോജർ എന്നാ പറഞ്ഞിരിക്കണേ അല്ലെ. അപ്പൊ നമ്മുടെ ഈ റോജർ എന്ന് പറയുന്ന ആള് വളരെ ധനികനായിട്ടുള്ള ആളാണ്. അയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കേസിന്റെ അന്വേഷണമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറെ പേരെ സംശയിക്കുന്നുണ്ട്. അവരുടെ വൈഫ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കള് അല്ലെ, ചേട്ടന്, അനിയന്, അവരുടെ മക്കള്, അവരുടെ ലവേഴ്സ്, അങ്ങനെ കുറെ പേരെ ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. പിന്നീട് ഇത് അന്വേഷിക്കുന്നത് ഇവിടെ ഒരു ഡോക്ടറുണ്ട്, മെയിൻ ആയിട്ടുള്ള ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ഡോക്ടർ ഷെപ്പേർഡ് എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഇദ്ദേഹമാണ് ഈ ഒരു കേസിന് വേണ്ടിയിട്ടൊക്കെ അന്വേഷിക്കാനൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവര് കുറെ പേരെ സംശയിക്കുന്നതും അതൊക്കെയാണ് ഇതിന്റെ ഒരു കഥയായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ആരുടെയാണ്? അക്രോയിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ഇൻട്രൊഡക്ഷൻ നോക്കാം. The 1920 is the golden years of detective fiction. നമ്മൾ കണ്ടു അല്ലെ, 1920-കളൊക്കെ ഈ ഒരു ഡിറ്റക്റ്റീവ് വർക്സിന്റെ ഗോൾഡൻ ഏജ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. The suspense thrillers peaked its popularity during the 20 years of early 20th century. അപ്പോൾ വളരെ സസ്പെൻസ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സമയം കൂടിയായിരുന്നു അത്. There was a mood of suspicion prevailed between the countries and they gave huge impetus to this. The period saw a dramatic rise in crime rate due to urbanization and industrialization, and it was a time of great social reform and class upheavals. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രൈം റേറ്റ് വളരെ കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്, ഡ്യൂ ടു അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വർക്കുകൾ വളരെ കൂടുതലായിട്ട് ആ സമയത്ത് വന്നിട്ടുണ്ട്. The age took great strides in the field of science and people took great interest in reading about forensic investigation and developments in modern scientific methods, which made the detective fiction genre quite popular. അപ്പോൾ ഈ ഒരു സയൻസും ടെക്നോളജിയും അങ്ങനെയൊക്കെ കുറച്ച് ഡെവലപ്പ് ആയിക്കൊണ്ട സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ വർക്കുകളൊക്കെ കൂടുതലായിട്ട് പോപ്പുലർ ആയിട്ട് വന്ന സമയം കൂടിയായിരുന്നു അത്. The later half of the 19th century saw the evolution of print and mass media,
in the UK that had given an impetus to the rise of the detective fiction genre. In this chapter, we will analyze Agatha Christie's The Murder of Roger Ackroyd, which was published in 1926. അപ്പോൾ 1926 ഈ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ ഇയർ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. അഗത ക്രിസ്റ്റിയുടേതാണ്, പബ്ലിഷ് ചെയ്ത ഇയർ 1926 ആണ് കേട്ടോ. മറന്നു പോകരുത്, അത് നോട്ട് ചെയ്ത് വെക്കണം. വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി എന്താണ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. Dr. Shepard, the killer, is the narrator in Murder of Roger Ackroyd. അപ്പൊ MRA എന്ന് ഷോർട്ട് ആക്കി എടുത്തിരിക്കുന്നത് ആ നോവലിന്റെ പേരിനെയാണ് കേട്ടോ. ഇപ്പോഴൊന്നും പറയണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് പറയുന്ന ക്യാരക്ടർ ജെയിംസ് ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് കേട്ടോ. അദ്ദേഹമാണ് എന്ത് അന്വേഷിക്കുന്നത്, ഈ ഒരു മരണത്തെ കുറിച്ച് അന്വേഷിക്കുന്ന ആള് ഈ ഡോക്ടറാണ് കേട്ടോ. However, Agatha Christie breaks a crucial role of a detective crime fiction by making the narrator to be the murderer. അപ്പോൾ എല്ലാ നോവലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾ തന്നെയാണ് ഇതിന്റെ കൊലയാളി എന്നാണ് ഈ ഒരു വർക്കിന്റെ പ്രത്യേകത എന്ന് അഗത ക്രിസ്റ്റി പറയുന്നു. ഡോക്ടർ ഷെപ്പേർഡ് ഈസ് എ വെൽ റെസ്പെക്റ്റഡ് ആൻഡ് ട്രസ്റ്റഡ് ഡോക്ടർ ഇൻ MRA. അപ്പൊ ഈ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇച്ചിരി നിലയും വിലയും ഒക്കെ ഉള്ള നല്ലൊരു അറിയപ്പെടുന്ന ഒരു ഫിസിഷ്യൻ ആണ് കേട്ടോ. ക്രിസ്റ്റി യൂസസ് ദ നറേറ്റീവ് സ്ട്രാറ്റജി ടു ഷീൽഡ് ഷെപ്പേർഡ്. Dr. Shepard puts himself beyond all doubt, and the readers never even examine his role in the murder as one of the possible suspects. അപ്പം ഈ ഒരു നോവൽ നറേറ്റ് ചെയ്യുന്ന ഇദ്ദേഹമാണ്, പക്ഷെ നമ്മൾ റീഡേഴ്സ് ഒരിക്കലും വിചാരിക്കില്ല ഈ ഒരു ഡോക്ടറാണ്, അദ്ദേഹമാണ് എല്ലാത്തിനും മുൻകൈ എടുത്തൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്ടറാണ് ഈ ഒരു മർഡർ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും റീഡേഴ്സ് സംശയിക്കില്ല. അത്രയ്ക്ക് വളരെ കെയർഫുൾ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ ഒരു സ്റ്റോറിയുടേത്. At the starting, the narrator gives plenty of information and establishes himself as a reliable chronicler of fact. അപ്പോൾ ആദ്യം നോവലിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇദ്ദേഹത്തിനെ വളരെ വിശ്വസനായിട്ടുള്ള ഒരാളായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. The story starts with the narrator reporting the death of Mrs. Ferrars on the night of 17 September, a Thursday. അപ്പൊ ഈ നോവൽ ആരംഭിക്കുമ്പോൾ തന്നെ എന്താണ് ഈ ഒരു മർഡർ അല്ലെ, നമ്മുടെ ഈ ഒരു അതെയാണ് റോജറിന്റെ മർഡറിനെ കുറിച്ച് അന്വേഷിക്കുന്നതായിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. At the starting, the day and date of the murder of Mrs. Ferrars is provided by the narrator, who gives out precise information and portrays himself as a faithful recorder of facts. അപ്പോൾ ഈ ഒരു നോവലിന്റെ ആദ്യത്തില് നമ്മൾ എന്താണ് അതിനെ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് ആളുകൾ അല്ലെങ്കിൽ ഇതിനകത്തെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മളോട് വിശദമായിട്ട് ഒരു രീതിയിൽ നമ്മുടെ ഈ ഒരു ഡോക്ടർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. However, he tells a little about himself and the reader find out more about him only through the characters and the story develops. അപ്പോൾ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഓരോ ക്യാരക്ടറിനെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. The doctor gives the impression of him being a dignified gentleman with a strange dislike or gossip. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഗോസിപ്പോ അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജെന്റിൽമാൻ ആയിട്ടാണ് ഇദ്ദേഹത്തിനെ പറ്റി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. He says, as a professional man, I naturally aims at discretion. Therefore, I have got into a habit of continually withholding all information possible from my sister. The person that Christie built of him is that a serious and irrational physician. Dr. Shepard disguises his intent by giving out less information than necessary and hiding behind too little information, omitting some details altogether. For example, the inspector knows about the blackmailing business not through Dr. Shepard but through Parker, who had been listening at the door. On another instance, he does not mention his visit to 3 boys until Flora asks him and eludes the mention of the disappearance. അപ്പൊ നമ്മുടെ ഈ ഒരു ഓരോ ക്യാരക്ടേഴ്സ്, ഇതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും ഈ ഒരു മർഡറിൽ, അതായത് ഈ ഒരു റോജറിനെ എങ്ങനെ മർഡർ ചെയ്തു, അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് എങ്ങനെയാണ് എന്ന്
ഓരോരോ ക്യാരക്ടേഴ്സിന്റെ ഉള്ള ചെറിയ ചെറിയ കോൺവെർസേഷനിലൂടെയും ചെറിയ ചെറിയ അവരുടെ ഓരോ എന്താണ് സൈനിലൂടെയൊക്കെ നമ്മളോട് ഈ ഒരു ഡോക്ടറാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ജെയിംസ് ഷെപ്പേർഡ് ദ ഡോക്ടർ. അപ്പൊ നമുക്ക് ഈ ഡോക്ടറിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ്? ജെയിംസ് ഷെപ്പേർഡ് ഈസ് എ ഫിസിക്കൽ ബൈ പ്രൊഫഷൻ. അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആണ് കേട്ടോ. ഹി ഈസ് ദ നരേറ്റർ ഓഫ് ദി നോവൽ. അദ്ദേഹമായി നോവൽ പറയുന്നു, നരേറ്റ് ചെയ്യുന്നത്. The writer puts a veil on him in such a way that he looks clean and blameless. അപ്പൊ ഇദ്ദേഹം വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മേലെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കുറ്റവും ആരോപിക്കാനായിട്ട് ഇല്ല. Dr. Shepard looks like a conscientious doctor and is concerned about the welfare of his patients. He even became a confidant for their private sorrows of his patients. He rushes to the Fenley Park after getting the news of Ackroyd death and help the police and poet by providing them with the details and medical information. അങ്ങനെ ഈ റോജർ മരിച്ചു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഡോക്ടർ ആ ഒരു ഇൻസിഡന്റ് നടന്നതിലേക്ക് ഓടിയെത്തുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് മെഡിക്കലി എന്തൊക്കെ പോലീസിന് എന്തൊക്കെ ആവശ്യമായിട്ടുള്ളൂ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു ഡോക്ടറാണ് കേട്ടോ. ഇൻ ഹിസ് കപ്പാസിറ്റി ആസ് എ ഡോക്ടർ ഹി എയ്ഡ്സ് ദ ഡിറ്റക്റ്റീവ് മെഡിക്കലി ബൈ കണ്ടക്ടിങ് ദ ഓട്ടോപ്സി. ഹി ഹൈഡ്സ് ദ ഫാക്ട് ദാറ്റ് മിസ്സിസ് ഫെറാസ് ഹാഡ് പോയ്സൺഡ് ഹെയർ ഓൺ ഹസ്ബൻഡ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു നമ്മുടെ ഫെറാസ്, അതായത് ഈ റോജറിന്റെ വൈഫായിട്ടുള്ള ഫെറാർ തന്നെയാണ് അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊന്നത് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു ഗോസിപ്പ് അവിടെ ഉണ്ട്. കാരണം അദ്ദേഹം ഭയങ്കര മദ്യപാനിയായിരുന്നു. മുൻപും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മദ്യം നിർത്താനുള്ള മരുന്നൊക്കെ കൊടുത്ത് അത് വിഷം കഴിച്ചതുപോലെയൊക്കെ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യവും ആ സ്ത്രീ തന്നെയാണ് ഈ റോജറിന് വിഷം കൊടുത്ത് കൊന്നതെന്നാണ് അവിടെയുള്ള ഒരു ഗോസിപ്പ്. Because he knew that she had poisoned her husband and used his knowledge to advantage to blackmail her. അങ്ങനെ അവള് തന്നെയാണ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തു, അതിന്റെ വിഷമം മൂലം അവള് ആത്മഹത്യ ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഡോക്ടർ ഷെപ്പേർഡ് പ്ലേസ് വേരിയസ് റോൾ ഇൻ MRI. He works as an assistant of the detective by collecting background information and clues about the suspect and does other legal work. He helps readers understand the pose and act as a reader surrogate to pose questions to detective. അപ്പോൾ ഈ ഷെപ്പേർഡ് എന്താ ചെയ്യുന്നത്? നമ്മളെ റീഡേഴ്സിന്റെ കൂടെ നിന്നിട്ട് അവര് നമ്മളെ സസ്പെക്റ്റിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ റീഡേഴ്സിനെ ഭയങ്കര ആൻസൈറ്റിയിലൊക്കെ കൊണ്ടു നിർത്താനായിട്ട് ഈ ഒരു ഷെപ്പേർഡിനെ ഒരു നരേറ്റീവ് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ആരാണ്? ദ പെറോട്ട്. ആരാണ്? ഹെർക്കുലി അല്ലെ. ഹെർക്കുലി പെറോട്ട് ഈസ് സോൺ ആസ് എ ബെൽജിയൻ എക്സൈൽഡ് ഇൻ ബ്രിട്ടൻ ആൻഡ് ആൻ ഔട്ട്സൈഡർ ടു സോഷ്യൽ മിലോ കിങ്സ് എബോട്ട്. അപ്പൊ ഈ കിങ്സ് എബോട്ട് എന്ന് പറയുന്ന ഗ്രാമത്തില് ഇവര് ഈ പെറോട്ട് അല്ലെ, നമ്മുടെ ഈ ഒരു ഹെർക്കുലി ആണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ആള്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു നല്ലൊരു ഡിറ്റക്റ്റീവ് ആണ് കേട്ടോ. അപ്പോ എന്താണ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ്ലി അല്ലെങ്കിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. Poirot is unbiased and impersonal. Poirot's talent as a detective is undermined. അപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. His oddity and forgiveness distance him from society, but his queer eagerness and penchant for growing vegetable narrows are the eccentric that humanize him. He goes unofficially investigating in his own quickly manner and scores where the Scotland Yard fails. His method, order, and graces display an understanding of human mind and motivations. Anything at face value cross checks and verifies every evidence. അപ്പോൾ ഇദ്ദേഹമാണ് വളരെ കാര്യക്ഷമമായിട്ട് ഒരു കേസ് അന്വേഷിക്കുന്ന ആള്. അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോക്ടർ ഷെപ്പേർഡ് അവിടെ ഉള്ളത്. അദ്ദേഹം മെഡിക്കലി അദ്ദേഹത്തിന് ആവശ്യമായുള്ള എല്ലാ ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹമാണ് ഇതിന്റെ ഒരു കൾപ്രിറ്റ് എന്നുള്ളതിന്റെ ഒരു സൂചന പോലും നമുക്ക് റീഡേഴ്സിന് ഇവിടെ കിട്ടുന്നില്ല. ഇനി അടുത്ത ആരാണ് ഉള്ളത്? കരോളിൻ അല്ലെ. കരോളിൻ ഉണ്ട്. കരോളിൻ ആരാണ്? കരോളിൻ ഷെപ്പേർഡ്സ് ഓൾഡർ സ്പിൻസ്റ്റർ സിസ്റ്റർ. അപ്പൊ കരോളിൻ ഇവിടുത്തെ സിസ്റ്റർ ആണ്. ഈസ് ദ ലോക്കൽ ഗെപ്പൈൻ. ഷീ ഹാസ് ഹിയർ ഓൺ നെറ്റ്വർക്ക് ഓഫ് സെർവൻസ് ആൻഡ് ഇൻഫോർമൻസ്. അപ്പോൾ ഇവർക്ക് അവരുടേതായ ന്യൂസ് ഒക്കെ കൊണ്ടുകൊടുക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഷീ ഓൾസോ ഹാസ് എ നാക്ക് ഓഫ് ഗെറ്റ് ഫാക്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് സൂത്രത്തിൽ അറിയാനുള്ള ഒരു കുറിപ്പ് വഴിയാക്കി കരോളിന് അറിയാം. കരോളിൻസ് അൺകാനി ഗസസ് ബേസ്ഡ് ഓൺ intuitive knowledge and hereby often true.
As an informative to Pirate, she gives him details of Shepard's patients and complements the information on her brother. Happily, Pirates praises her womanly intuition and acknowledges Caroline has making of a born detective to be able to see things like a detective. അപ്പോൾ ഈ കരോളിൻ ആണ് നമ്മുടെ ഈ ഒരു പൈററ്റിന് ആവശ്യമായിട്ടുള്ള എന്താണ് നമ്മൾ ചാരപ്പണി എന്നൊക്കെ പറയില്ല. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഈ ഷെപ്പേർഡിന്റെ ഡോക്ടർ ഷെപ്പേർഡിന്റെ രോഗികളുടെ അടുത്തുള്ള വിവരങ്ങളും ഏതൊക്കെ രോഗികൾ വരുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു കരോളിനാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഈ റോജർ മരിക്കുന്നത് എങ്ങനെയാണ്, ഒരു സ്ലീപ്പിംഗ് പിൽസ് പോലെയുള്ള മെറോണൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു ഓവർ യൂസേജ് കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇവിടുന്ന് കിട്ടി, നാല് കൊടുത്തു, ആരെങ്കിലും കുത്തിവെച്ചാൽ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എന്താണ് ഡിറ്റക്റ്റീവ് അന്വേഷിക്കുന്നത് പോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കരോളിൻ അന്വേഷിക്കുന്നുണ്ട്. അവളത് പൈററ്റിന് കേസ് അന്വേഷിക്കുന്ന ആ ഒരു ഓഫീസർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. While Shepard believes she is full of curiosity, Caroline knows her brother is equally curious but hides it well. അപ്പൊ കരോളിൻ എന്താ ചെയ്യുന്നത്, ഈ ഷെപ്പേർഡിന്റെ സിസ്റ്റർ ആണ് കരോളിൻ എന്ന് പറയുന്നത്. അപ്പൊ ഷെപ്പേർഡിന് അറിയാം തന്റെ അനിയത്തി ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ള ആളാണ്, നന്നായിട്ട് എല്ലാം കണ്ടുപിടിക്കാനുള്ള മിടിക്കുകയാണെന്നൊക്കെ അറിയാം. അപ്പൊ അതുപോലെ തന്നെ കരോളിനും എന്തറിയാം, തന്റെ ബ്രദർ അത്ര ഇന്റലിജന്റ് ആണ്, എന്താ നന്നായിട്ട് എല്ലാം മറച്ചു വെക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനും ഉണ്ടെന്ന് ഇവൾക്കും അറിയാം. Caroline is a precursor of Christie's famous female detective, Miss Jane Marple, who first appeared in Murder of the Vicarage as a pirate's intellectual equal and nosy independent detective with her uncanny insight into things. അപ്പോൾ അതാണ് നമ്മുടെ കരോളിൻ എന്ന് പറയുന്ന ആ ഒരു ലേഡിക്ക് ഇതിനകത്തുള്ള ഒരു റോൾ എന്ന് പറയുന്നത് കേട്ടോ. ഡിറ്റക്റ്റീവ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു നമ്മുടെ ഈ കേസ് അന്വേഷിക്കുന്ന പൈററ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരോളിൻ. കരോളിൻ ആരാണ്, ഷെപ്പേർഡിന്റെ സിസ്റ്റർ ആണ് കേട്ടോ. ഇനി അടുത്തായിട്ട് ഈ നോവലിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ റാൽഫ് എന്ന് പറയുന്ന ഒരു ആളുണ്ട് കേട്ടോ. അതായത് റാൽഫ് എന്ന് പറയുന്ന സസ്പെക്ട് മർഡർ, അതായത് ഈ കൊല ചെയ്തു എന്ന് ഇവർ കുറെ പേരെ സംശയിക്കുന്നുണ്ട്, അവിടെയുള്ള ജോലിക്കാരെ, ഇവരുടെ ബന്ധുക്കളെ, അങ്ങനെ എല്ലാവരെയും സംശയിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് റാൽഫ് കുട്ടോൺ എന്ന് പറയുന്ന ആള് കേട്ടോ. അപ്പൊ ഈ റാൽഫ് കുട്ടോൺ ആരാണ്, സസ്പെക്ട് ഓഫ് മർഡർ. അപ്പൊ ഇദ്ദേഹമാണ് കൊല ചെയ്തതെന്ന് ഒരു സംശയം ഇദ്ദേഹത്തിന് മേലുണ്ട്. ആരാണ്, 25-year-old അഡോപ്റ്റഡ് സൺ ഓഫ് റോജർ ആണ്. അപ്പൊ റോജർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മകനാണ്, അദ്ദേഹത്തിന്റെ പേര് റാൽഫ് എന്നാണ്. ഒരു 25 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ ഇദ്ദേഹം ആരുടെ നിഴലിലാണ്, ഈ പൈററ്റ് കൊല ചെയ്യുന്നെന്ന് സംശയിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ ഈ റാൽഫ് ഉണ്ട്. പിന്നെ അടുത്താണ് ഫ്ലോറ. ഫ്ലോറ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ട്. ഫ്ലോറ ആരാണ്, റാൽഫസ് ഫിയാൻസി. അപ്പൊ ഈ റോജറിന്റെ വളർത്തു മകനായിട്ടുള്ള റാൽഫിന്റെ ഫിയാൻസി, ലവറാണ് ഈ ഫ്ലോറ എന്ന് പറയുന്ന പെൺകുട്ടി. ആരാണ്, അവളും എന്താണ്, സസ്പെക്ട് ആണ്. അവളെ സംശയത്തിന്റെ നിഴലിൽ ലിസ്റ്റിലുള്ള ഒരു ആളാണ്. എക്സെപ്ഷണലി ബ്യൂട്ടിഫുൾ, അവൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഗോൾഡൻ ഹെയർ വിത്ത് ബ്ലൂ ഐസ്. അപ്പൊ നല്ല വളരെ ഭംഗിയുള്ള ഒരു ലേഡിയാണ്. പക്ഷെ ഇവളും ആരാണ്, ഇവളും ഈ റോജറിനെ വിഷം കൊടുത്തൊക്കെ കൊന്നു എന്ന് സംശയിക്കുന്ന ആ ഒരു നിഴലിന്റെ അടിസ്ഥാനത്തിൽ, കാരണം ഇദ്ദേഹം ഭയങ്കര ധനികനാണ്. അപ്പൊ വളർത്തുമകനുണ്ട് റാൽഫ്, അദ്ദേഹത്തിന്റെ ലവറാണ് ഫ്ലോറ. അപ്പൊ ഇവരൊക്കെ കൂടി ആയിരിക്കാം ഈ മർഡർ ചെയ്ത് എന്നൊരു സംശയം അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു റോജറിന്റെ വൈഫ് ആയിട്ടുള്ള മിസ്സിസ് ഫെറാറി. അപ്പൊ ഈ ഫെറാറി എന്ത് ചെയ്യുന്നുണ്ട്, അവരും മരിക്കുന്നുണ്ട്. അപ്പൊ എന്താ വിചാരിക്കുന്നത്, അപ്പോ ഈ ഹസ്ബൻഡിനെ മദ്യപാനി ആയതുകൊണ്ട് മുൻപ് ഇങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് അദ്ദേഹം ഇങ്ങനെ മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തവണയും ഇവര് തന്നെയാണ് ഈ റോജറിന് വിഷം കൊടുത്ത് കൊന്നത് എന്നൊരു ടൗൺ ഗോസിപ്പ് അവിടെ ഉണ്ട്. എല്ലാവരും ഒരു ഗോസിപ്പായിട്ട് പറഞ്ഞുകൊണ്ട് ഭാര്യ തന്നെയാണ് വിഷം കൊടുത്ത് കൊന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്, അദ്ദേഹം അമിത മദ്യപാനിയാണ്. അപ്പൊ അതുപോലെ തന്നെ വൈഫും എന്താണ്, മദ്യപാനിയൊക്കെ ആയിരുന്നു. അതിനുശേഷം വൈഫ് മരിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ മർഡർ ചെയ്തതെന്ന് ഒരു പിടിയില്ല. പക്ഷെ ലേറ്റർ നമ്മുടെ ഈ ഒരു ആരാണ്, പറട്ട് അല്ലെ, പേറോട്ടിന്റെ ഹെൽപ്പോട് കൂടി, നമ്മുടെ കരോളിനും അവരുടെ ഹെൽപ്പോട് കൂടി നമ്മുടെ ആരൊക്കെയാണ്, വേറെ രണ്ടുപേരുണ്ട്, മാക്കൂം എന്ന് പറഞ്ഞ ആളുണ്ട് കേട്ടോ, ഫ്ലോറയുണ്ട്, റാൽഫുണ്ട്, കരോളിൻ. അവരൊക്കെ കൂടി എന്ത് തെളിയിക്കുന്നുണ്ട്, ഈ ഷെപ്പേർഡ് ആണ് ഈ ഒരു കൾപ്രേറ്റ്, അദ്ദേഹമാണ് ഈ ഒരു മർഡറർ എന്നാണ് ഈ ഒരു കഥയുടെ ലാസ്റ്റ് തെളിയിക്കുന്നത്. അങ്ങനെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നും. കാരണം ഓരോ ക്യാരക്ടേഴ്സിന് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുമ്പോഴും നമുക്ക് ചെറിയ ക്ലൂ കിട്ടും. അപ്പൊ നമ്മളായിരിക്കും ഇവരാണ്, ഇവരുടെ ഈ ഒരു നേച്ചറും ഇതൊക്കെ വെച്ചിട്ട് ഇവരെയാണ് നമ്മൾ സംശയിക്കും. പക്ഷെ
അങ്ങനെ ഡീറ്റെയിലേക്ക് വരുമ്പോൾ മറ്റൊരാളെ പെട്ടെന്ന് തന്നെ ഈ സംശയത്തിന്റെ മുകളിലേക്ക് വരും. അപ്പോൾ വളരെ ആങ്സൈറ്റി ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി റീഡേഴ്സ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ കൂടിയാണ് നമ്മുടെ ഈ ഒരു മർഡർ ഓഫ് റോജേഴ്സ്. ഓക്കെ, പിന്നെ ഈ റോജർ എന്ന് പറയുന്ന ഈ മർഡർ അതായത് കൊല ചെയ്യപ്പെട്ട ആൾ അല്ലെ, കൊല ചെയ്യപ്പെട്ട ആൾ ആരാണ്? ഓണർ ഓഫ് ഫ്രണ്ട്ലി പാർക്ക്. അപ്പൊ അദ്ദേഹം വളരെ ധനികനാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഫെർണിലി പാർക്ക് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റിന്റെ ഓണർ ആണ് ഈ ഒരു ആളെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹം മാരീഡ് അല്ല, അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല. അപ്പൊ റാൽഫിനെയൊക്കെ അദ്ദേഹം എന്താണ് അഡോപ്റ്റ് ചെയ്തിട്ടാണ്. വൈഫ് എന്ന് പറയും അദ്ദേഹത്തിന്റെ വൈഫ് ഒന്നുമല്ല, അതിനു മുമ്പ് ആ പെണ്ണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനോട് കൂടിയതാണ്. അപ്പോൾ അദ്ദേഹം അൺമാരീഡ് ആണ്, പക്ഷെ വളർത്തുമകനുണ്ട്, അഡോപ്റ്റ് ചെയ്ത്. അങ്ങനെ എന്താണ് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സിനെ മാത്രമാണ് തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇതിന്റെ സമ്മറി ജസ്റ്റ് എന്താണെന്ന് നോക്കിയിരുന്നാൽ മതി. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന്റെ ലിസ്റ്റും എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിന്റെ സമ്മറിയിൽ തീം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട്, അത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിനകത്തുനിന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഓക്കെ. അപ്പൊ അത്രയാണ് ആ ഒരു എന്താണ് നമ്മുടെ മർഡർ ഓഫ് റോജർ അക്രോഡ് എന്ന് പറയുന്ന ആ ഒരു നോവലിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് വൺ വേർഡുകളും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? വിച്ച് ഓഫ് ദി ഡെക്കേഡ് ഈസ് റെഫർഡ് ടു ആസ് ദ ഗോൾഡൻ ഏജ് ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷന്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഏത് കാലഘട്ടമാണ്? 1920-കളെയാണ് ഇതിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. ഹൂ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ട് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ റൈറ്റർ. അപ്പോൾ ടി.എസ്. എലിയറ്റ് എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റീവ് റൈറ്റർ അല്ല. ഡിറ്റക്റ്റീവ് ഹെർക്കുലി പൈറോറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ആരാണ് ഈ ഡിറ്റക്റ്റീവ് ഹെർക്കുലി പൈററ്റിനെ? ഏത് നോവലിലാണ് നമ്മൾ കാണുന്നത് അല്ലെ? ഏത് നോവലിലാണ്? ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് എന്ന് പറയുന്ന നോവലിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഇനി ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദ മർഡർ ഓഫ് റോജർ അക്രോയിഡ്. നമ്മുടെ ഈ ഒരു മർഡർ ഓഫ് റോജർ അക്രോയിഡ് എന്ന് പറയുന്ന നോവലിന്റെ ഓഥർ, ഹൂ ഈസ് ദ ഓഥർ? ആരാണ്? അഗത ക്രിസ്റ്റി. അഗത ക്രിസ്റ്റിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് നോവലാണ് ഈ മർഡർ ഓഫ് റോജർ അക്രോയിഡ്. ഇനി അടുത്തായിട്ട് എന്താണ്? Who wrote the essay The Guilty Vicarage? അപ്പോൾ ഈ ഗിൽറ്റി വിക്കറേജ് എന്ന് പറയുന്ന ഈ എസ്സേ എഴുതിയിട്ടുള്ളത് ആരാണ്? W.H. ഓഡൻ ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. Who is the narrator of the murder of Roger Ackroyd? ആരാണ് ഇതിനകത്തെ? ഡോക്ടർ ഷെപ്പേർഡ് അല്ലെ. നമ്മുടെ ഈ ഒരു സ്റ്റോറി നമ്മളോട് നരേറ്റ് ചെയ്ത ആരാണ്? ഡോക്ടർ ഷെപ്പേർഡ് ആണ് നമ്മളോട് ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്തത്. പക്ഷെ അദ്ദേഹം തന്നെയാണ് ഇതിനകത്തെ മർഡർ അല്ലെ. അപ്പോൾ ആർക്കും ഒരു രീതിയിലുള്ള ഒരു ക്ലൂ സംശയമൊന്നും കൊടുക്കാണ്ട് ത്രൂ ഔട്ട് ദ സ്റ്റോറി അല്ലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും പരിചയപ്പെടുത്തുന്നു, അവരുടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും ആര് തന്നെയാണ്? ഈ ഒരു ഡോക്ടർ തന്നെയാണ്. ഓക്കെ, ഡോക്ടർ ഷെപ്പേർഡ് ഇസ് എ ഫിസിഷ്യൻ. അപ്പൊ ഈ ഡോക്ടർ ആരാണ്? ഫിസിഷ്യൻ ആണ് കേട്ടോ. അദ്ദേഹമാണ് ആരെ സഹായിക്കുന്നത്? ഈ പൈററ്റിനെ സഹായിക്കുന്നത്. ഹൂ ഈസ് ദ ഓഥർ ഓഫ് ഷെർലക് ഹോംസ് സീരീസ്? ഷെർലക് ഹോംസ് സീരീസിന്റെ ഓഥർ ആരാണ്? സർ ആർതർ കൊനാൻ ഡോയിൽ. ആർതർ കൊനാൻ ഡോയിൽ ആണ് ഷെർലക് ഹോംസിന്റെ ഓഥർ. ഷെർലക് ഹോംസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, പക്ഷെ അതിന്റെ ഓഥർ ആരാ നമ്മൾ അറിയാം. ആരാണ്? ആർതർ കൊനാൻ ഡോയിൽ ആണ് ഷെർലക് ഹോംസിന്റെ ഓഥർ. ഹൂ ഈസ് മിസ്റ്റർ ഹാമോണ്ട് ഇൻ ദ നോവൽ? ആരാണ്? അക്രോയിഡ്സ് ലോയർ. അപ്പൊ നമ്മുടെ ഈ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേരും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേര് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ ഹാമോണ്ട് എന്ന് പറയുന്നത് ഈ നോവലിൽ ആരാണ്? അക്രോയിഡിന്റെ അല്ലെ, റോജർ അക്രോയിഡിന്റെ ലോയർ ആണ് ഇവിടെ ഹെമോണ്ട് എന്ന പേരിൽ ഉള്ള ക്യാരക്ടർ. ഹൂ ഈസ് ഫ്ലോറ അക്രോയിഡ് അല്ലെ? ഫ്ലോറ ആരാണ്? ഫ്ലോറ എന്ന് പറയുന്നത് നമ്മുടെ റോജറിന്റെ ആൽഫിന്റെ ഫിയാൻസിയാണ് അല്ലെ, ലവർ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്തൊക്കെ പറയാം? അക്രോയിഡിന്റെ നീസ് ആണെന്നും പറയാം, അതുപോലെ സിസിൽസ് ഡോട്ടർ. അപ്പൊ രണ്ടും വരും അല്ലെ. അടുത്ത എന്താണ്? ഹൂ ഈസ് അക്രോയിഡ്സ് ഹൗസ് കീപ്പർ? അക്രോയിഡിന്റെ ഹൗസ് കീപ്പർ ആരാണ്? എലിസബത്ത് റെസിൽ ആണ് അക്രോയിഡിന്റെ ഹൗസ് കീപ്പർ. അപ്പൊ ഇവിടെ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി ഹൂ ഈസ് സീക്രട്ട്ലി മാരീഡ് ടു ഉർസുല ബോൺ? ഇവിടെ ഉർസുല ബോണിനെ വളരെ സീക്രട്ട്ലി മാരേജ് ചെയ്യുന്ന ആരാണ്? ക്യാപ്റ്റൻ റാൽഫ് പ്ലാറ്റൻ ആണ് മാരേജ് ചെയ്യുന്നത്.
ഇനി നമ്മള് ഈ സ്റ്റോറിക്കകത്ത് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് ഈ ഷെപ്പേർഡ് ആണ് ഈ മദർ എന്ന് നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാവും അല്ലെ, ഏറ്റവും അവസാനം അത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്ത് കാരണത്തിനാണ് അല്ലെ, വൈ ഡിഡ് ഷെപ്പേർഡ് മദർ അക്രോയിഡ്, എന്തിനാണ് ഈ റോജർ അക്രോയിഡിനെ നമ്മുടെ ഈ ഡോക്ടർ ആയിട്ടുള്ള ഷെപ്പേർഡ് കൊല ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ്? മിസ്സിസ് ഫെറാറിസ് ബ്ലാക്ക്മെയിലർ ആൻഡ് മർഡർ അക്രോയിഡ് ടു സ്റ്റോപ്പ് ഹിം നോയിങ് ദിസ്. അപ്പോ ഈ ഷെപ്പേർഡ് ആണ് നമ്മുടെ ഈ ഒരു വൈഫിനെ, ഈ റോജറിന്റെ വൈഫിനെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അപ്പോൾ അദ്ദേഹം അത് അറിയാതിരിക്കുന്നതിനും അറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഓർത്തുമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷെപ്പേർഡ് ചെന്നിട്ട് നമ്മുടെ റോജറിനെ കൊല ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ പ്ലോട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് കുറെ ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്ത് കുറെ പേരുടെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പോകും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റീസൺ ഉള്ളൂ. ഷെപ്പേർഡ് വാസ് മിസ്സിസ് ഫെറാറിസ് ബ്ലാക്ക്മെയിലർ ആൻഡ് മർഡേർഡ് അക്രോയിഡ് ടു സ്റ്റോപ്പ് ഹിം നോയിങ് ദിസ്. അപ്പോൾ നമ്മുടെ ഈ വൈഫിനെ ഇദ്ദേഹം ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ റോജർ അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ പോയി കൊല്ലുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ സ്റ്റോറിയിൽ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആണ്. അപ്പൊ അതിന്റെ പ്ലോട്ടും സ്ട്രക്ചറും ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കണമെന്ന് വേണം. നമുക്ക് ഇതിന്റെ സമ്മറി മതി അല്ലെ, എന്താണ് നോവൽ എന്ന് നോക്കാം. അതുപോലെ തന്നെ നോവലിലെ ക്യാരക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ബാക്കിയൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ കൊടുത്തിട്ടുള്ളത് പോലെ നോക്കാം. പിന്നീട് വൺ വേർഡുകൾ ഒന്ന് വായിച്ചു കേട്ടോ. അപ്പോൾ 2 ചാപ്റ്റേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എടുത്തത് 8ാമത്തെ 9ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഡിറ്റക്റ്റീവ് ഫിക്ഷന്റെ ഒരു ഹിസ്റ്ററി, അതിന്റെ ബിഗിനിങ്, അതുപോലെ ആദ്യകാലത്ത് പബ്ലിഷ് ചെയ്ത വർക്കുകൾ, അതുപോലെ എന്തുകൊണ്ടാണ് അത് ഇത്ര പോപ്പുലർ ആയിട്ട് വന്നത്. ഇതിനൊരു ജോണർ, ഒരു കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാറ്റഗറി പോപ്പുലർ ആയിട്ട് വന്നു, അതിന്റെ കീഴിൽ ആദ്യമായിട്ട് വന്ന പോപ്പുലർ വർക്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ട് ഒരു 1920s ആണ് ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷന്റെ ഗോൾഡൻ ഏജ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ആ ഒരു ഇറയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന റൈറ്റേഴ്സ് ആണ് അഗത ക്രിസ്റ്റ്യ. അപ്പൊ അഗത ക്രിസ്റ്റ്യയുടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ദ മർഡർ ഓഫ് റോജർ അക്രോയിഡ് എന്ന് പറഞ്ഞ വർക്സിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നോക്കിയത്. ഓക്കെ, അപ്പൊ അതിന്റെ തീം അല്ലെ, തീം നമ്മൾ നോക്കില്ല, സമ്മറി ആണെന്ന് പറഞ്ഞു. നമുക്ക് സമ്മറി മാത്രം മതി കേട്ടോ, സമ്മറി. പിന്നെ അതിന്റെ ക്യാരക്ടേഴ്സ് എന്താണ് അത് നോക്കി അല്ലെ. അപ്പൊ അത് നിങ്ങളൊന്ന് കഥ ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ക്യാരക്ടേഴ്സ് ഒരുപാട് എന്താണ്, മെയിൻ ക്യാരക്ടറും ഉണ്ട്, മൈനർ ക്യാരക്ടേഴ്സ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രം നോക്കിയാൽ മതി. ഡോക്ടർ ഷെപ്പേർഡ് ഉണ്ട്, അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ട്, പിന്നെ വൈഫല്ല സിസ്റ്റർ ഉണ്ട് അല്ലെ, കരോളിനുണ്ട്. അതുപോലെ തന്നെ കൊല ചെയ്യപ്പെടുന്ന റോജർ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫ് എന്ന് പറയപ്പെടുന്ന മിസ്സിസ് ഫെറാറി ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ അഡോപ്റ്റഡ് സൺ ആയിട്ടുള്ള റാൽഫ് ഉണ്ട്. റാൽഫിന്റെ ലവർ ആയിട്ടുള്ള ഫിയാൻസി ആയിട്ടുള്ള ക്ലാരയുണ്ട്. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ക്ലാരയുള്ള ഫ്ലോറ. ഓക്കെ, പിന്നെ കുറച്ച് സെർവൻസ് ഒക്കെ ഉണ്ട്. അദ്ദേഹം വലിയ ധനികനായിരുന്നു, ഒരു എസ്റ്റേറ്റിന്റെ ഓണർ ഒക്കെ ആയിരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് ഹൗസ് മെയ്ഡ്, ഹൗസ് കീപ്പിംഗ് ആളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കേസ് അന്വേഷിക്കുന്ന ആളായിട്ടുള്ള പെറോട്ട്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് മേജർ ആയിട്ടുള്ളത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് മുന്നോട്ട് നോക്കുക. ഓക്കെ, അപ്പൊ അത്രയുമാണ് പറ്റി പറയാനുള്ളത്. നിങ്ങൾ ഒന്നുകൂടെ ടെക്സ്റ്റ് ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ആ ഒരു നോവലിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്, അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ. കുറച്ചും കൂടെ നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിവിഷൻ ക്ലാസ് ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ചോദിക്കാം. ഓക്കെ, താങ്ക് യു.